നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികളും സമരത്തിനൊരുങ്ങുന്നു. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെയും കൂലി വർധനവ് നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് മൂന്നാറിന് പിറകെ നെല്ലിയാമ്പതിയിലും തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. സർക്കാർ ഏറ്റെടുത്ത 11 എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ 53 എസ്റ്റേറ്റുകളിലായി 3000-ഓളം തൊഴിലാളികളാണ് നെല്ലിയാമ്പതിയിലുള്ളത്. ഇതിലേറെയും AVT കമ്പനിയിലെ തൊഴിലാളികളാണ്. എന്നാൽ കൂലി വർധനവ് നടപ്പിലാക്കാത്തതിനാൽ കടുത്ത ദുരിതത്തിലാണിവർ. ഇതിനു പുറമെ മിക്ക എസ്റ്റേറ്റുകളിലും ശമ്പളം വൈകുന്നത് പതിവാകുകയാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും കൂലി കുറവ് തോട്ടം തൊഴിലാളിക്ക് തന്നെയാണ്. 235 രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്കൊന്നും ജീവിക്കാനേ കഴിയില്ല. ഇപ്പോഴത്തെ വിലവാസത്തിന് വില അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അരിൻ്റെ വില തന്നെ 40-50 രൂപയുണ്ട്. ഈ 50-60 രൂപ കൊടുത്ത് അരി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പതിറ്റാണ്ടുകളായി ജോലി ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനുള്ള നടപടിയും ഇഴഞ്ഞു നീങ്ങുന്നു. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും കമ്പനികൾ വെട്ടിക്കുറച്ചതായി തൊഴിലാളികൾ ആരോപിച്ചു. മൂന്നാറിലെ തൊഴിലാളികൾ നടത്തിയ സമരം വിജയിച്ചതോടെയാണ് നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികളും തങ്ങൾ നേരിടുന്ന അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.